വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അറേ സോർട്ടിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു 3 എപ്പിസോഡ് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സി പ്രോഗ്രാമിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫങ്ഷൻസ് നോക്കും, പിന്നെ നമ്മൾ സ്ട്രിംഗ് എന്ന് പറഞ്ഞ പോർഷൻസ് ഉണ്ട്, അതും കൂടി നോക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ കുറച്ച് തിയറി ക്ലാസ് ആണ്, ഇതൊക്കെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ ഒരു ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറേ സോർട്ടിങ്, ഫോർ ലൂപ്പ്, അതേപോലെ തന്നെ ഇഫ് കണ്ടീഷൻ, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് ആണ് നോക്കിയത്. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് അറിയണ്ടായിരിക്കും എന്താണ് ഫങ്ഷൻസ് എന്ന്. ചില ആൾക്കാർക്ക് ഫങ്ഷൻസ് കേട്ടിട്ടുണ്ടായിരിക്കും, അത് എന്തിനാണ് യൂസ് ചെയ്യാന്ന് അറിയില്ല. നമ്മൾ മെയിൻ ആയിട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോഡ് റീയൂസബിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ചില ഡെഫിനിഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഒരു ലോജിക് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പോർഷൻസ്, ഒരു സെറ്റ് ഓഫ് കോഡിനെ നമുക്കൊരു ബ്ലോക്കിലാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ലൈൻ ഓഫ് സെന്റൻസ് ഓർത്ത് വയ്ക്കുക, കോഡ് റീയൂസബിൾ ചെയ്യാൻ വേണ്ടി ഫങ്ഷൻസ് യൂസ് ചെയ്യും. പക്ഷെ അങ്ങനെ മാത്രം ഡെഫിനിഷൻ അല്ല, അത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഞാൻ ഒരു സൈറ്റ് എടുക്കാം, ഇപ്പോൾ BMA കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്കെ, ഞാനൊരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈറ്റിൽ ഇവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് അതിനിവിടെ നോക്കിയാൽ കാണാം ഒരു EMI കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് കാണാം. ക്ലിയർ? ഈ ഒരു EMI കാൽക്കുലേറ്ററിൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൂട്ടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഒരു പീരീഡ് കൂട്ടുമ്പോൾ അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ഇപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ EMI റേറ്റ് ഡിഫറെൻ്റാണ് അല്ലെ, മാറുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു ലോജിക്ക് ഉണ്ട് അല്ലെ. നമ്മൾ ഡൗൺ പേയ്മെന്റും അതേപോലെ തന്നെ പീരീഡും ഇൻട്രസ്റ്റും വെച്ച് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു EMI വാല്യൂസ് അവർ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡൗൺ പേയ്മെന്റും പീരീഡും ഇൻട്രസ്റ്റ് റേറ്റും വെച്ചിട്ടുള്ള ഇക്വേഷൻസ് എവിടെ എഴുതി വെക്കും, ഒരു ഫംഗ്ഷന്റെ ബ്ലോക്കിൽ എഴുതി വെക്കും. അതിൽ കൊടുക്കുന്ന വാല്യൂസ് നോക്കി നോക്കൂ, ഡിഫറെന്റാ. അപ്പൊ ആ ഒരു വാല്യൂസ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അതിനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എവിടെ കൂടി എഴുതി വെക്കും, ഒരു ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് ലോജിക്കും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ഓഫ് ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഇങ്ങനെ പറയാം, പിന്നെ രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് റീയൂസബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പ്രോഗ്രാമിംഗിലേക്ക് നമുക്ക് ജസ്റ്റ് പോവാം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസിൽ നമ്മൾ ഇത്രയും ഞാൻ മുന്നേ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ മതി. ഈ ഒരു കേർലി ബ്രാക്കറ്റ് തൊട്ട് ഈ ഒരു കേർലി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ മാത്രം കോഡ് നോക്കിയാൽ മതി, ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഡ് മെയിൻ, ഈ ഒരു കേർലി ബ്രാക്കറ്റ്, ഈ റിട്ടേൺ 0, ഇതൊക്കെ എന്താണെന്ന് നമ്മളൊന്ന് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻസ് നമുക്ക് എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സെറ്റ് ഓഫ് ലോജിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലോക്കിനുള്ളിൽ എഴുതി വെക്കാം അല്ലെ. ഒരു സെറ്റ് ഓഫ് ലോജിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലോക്കിനുള്ളിൽ നമുക്ക് എഴുതി വെക്കാം. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് നമുക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ഫംഗ്ഷൻസും എഴുതുക. നമ്മൾ സാധാരണ ഒരു വേരിയബിൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ഫംഗ്ഷൻസിന് പേരും കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേര് എന്ത് ചെയ്യും കൊടുക്കാം, നമുക്ക് ഫംഗ്ഷൻ കൊടുക്കാം. ചില ആൾക്കാർ ഫംഗ്ഷൻ സം എന്നൊക്കെ കൊടുക്കുമ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും. അവിടെ സം എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുക്കുന്ന കാരണമാണോ എന്ന് വെച്ചാൽ 2 നമ്പറിനെ കൊണ്ട് ആഡ് ചെയ്യുന്ന കാരണമാണോ ഫംഗ്ഷൻ സം എന്ന് കൊടുക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേരിയബിളിന്റെ പേര്, ഫംഗ്ഷൻസിന്റെ പേര്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യാം. അപ്പൊ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ ഒരു ഇൻഡ് മെയിനിന്റെ പുറമെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫംഗ്ഷനെ നമുക്ക് ഇതിന് നമ്മൾ പറയാം ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കാം, ഇവിടെ ഫസ്റ്റ് ഞാനിവിടെ വോയിഡ് എന്ന് കൊടുത്തു. ഓക്കെ അല്ലെ, ജസ്റ്റ് വോയിഡ് എന്ന് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ സം എന്ന് കൊടുത്തു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സം എന്ന് പറഞ്ഞ പേര് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഹലോ എന്നോ ഹായ് എന്നോ വാട്ടോ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഇവിടെ വോയിഡ് എന്തിനാ കൊടുത്തതെന്നും കൂടി ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, വോയിഡ് എന്ന് കൊടുക്കുക, പിന്നെ ഒരു ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എഴുതുന്നത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പറിനെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ 3 നമ്പറിന്റെ ആവറേജ് കാണണം, ഇത്രയുള്ളൂ പോർഷൻസ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പ്രിന്റ് എഫില്, ഓക്കെ, ആദ്യം നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാലോ, ഇൻഡ് A, B, C. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് A, B, സം എന്ന് കൊടുത്തു. അപ്പോൾ A, B, C എന്ന് കൊടുത്തു. ഒരു 3 വേരിയബിൾ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് എഫിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ പ്രിന്റ് എഫിൽ എൻ്റർ ദ നമ്പർ എന്ന് കൊടുത്തു. എൻ്റർ ദ 2 നമ്പർ. നമ്മൾ യൂസർ അടുത്ത് 2 നമ്പർ വാങ്ങാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്യും, യൂസർ തരുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, സ്കാൻഎഫ് വഴി %d %d 2 നമ്പർ വാങ്ങണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, &a, &b. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, യൂസറിന്റെ കയ്യിൽ നിന്ന് 2 വാല്യൂസിനെ നമ്മൾ വാങ്ങി. ആദ്യത്തെ വാല്യൂ എയിലേക്ക് വെച്ചു, രണ്ടാമത്തെ വാല്യൂ ബിയിലേക്ക് വെച്ചു. മൂന്നാമത്തെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തു, സി അസൈൻ a + b എന്ന് കൊടുത്തു. സി അസൈൻ a + b. എന്നിട്ട് ഫൈനലി എന്ത് ചെയ്തു, ആ ഒരു സീനെ നമ്മൾ പ്രിന്റ് ചെയ്തു. പ്രിന്റ് എഫിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സീനെ ഞാനിവിടെ പ്രിന്റ് ചെയ്തു. %d, c. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ ഈ 2 നമ്പറിനെ ആഡ് ചെയ്യാനുള്ള ലോജിക്ക് ഞാൻ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ്. പക്ഷെ ഇതിൽ ഏത് കോഡാണ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഏതാ വർക്ക് ആവുക, ഇത് ഈ ഒരു കോഡ് വർക്ക് ആവില്ല. ഈ ഒരു ഇന്ത്യ മെയിൻ്റെ ഈ ഒരു കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ ഒരു കേർലി ബ്രാക്കറ്റ് വിളിച്ച കോഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ആവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പ്രിന്റ് എഫില് ഹലോ എന്ന് കൊടുത്തു, ഹലോ വേൾഡ്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് റണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ഹലോ വേൾഡ് മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഫംഗ്ഷനകത്ത് കോഡ് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പൊ എഴുതിയത് ഈ ഒരു ഫംഗ്ഷൻ വോയിഡ് സമ്മ്, ഈ ഒരു കേർലി ബ്രാക്കറ്റ്, ഈ ഒരു കേർലി ബ്രാക്കറ്റ്, ഇത്രയും പറയുന്ന പേര് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ്. ഇത് നമ്മളൊരു ബ്ലോക്കിനുള്ളിൽ എഴുതി വെച്ചിരിക്കാം. ഇനി ആ ബ്ലോക്കിനുള്ളിലത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് മെയിൻ ഫംഗ്ഷൻ, ഈ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലത്തെ കോഡ് മാത്രം എന്ത് ചെയ്യുള്ളൂ, വർക്ക് ആവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷനെ ഈ ഒരു മെയിൻ ഫംഗ്ഷനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ വിളിക്കണം, കോൾ ചെയ്യാന്ന് പറയും, ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞാൻ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലത്തെ കോഡ് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു എററും കൂടി വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഒരു വാർണിങ്ങും അതേപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, അറ്റ് ടോപ്പ് ലെവൽ എന്നൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സം എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എപ്പോഴാണ്, കമ്പ്യൂട്ടറിനെ ഇതിങ്ങനെ ടോപ്പ് ലെവലിലേക്ക് വരുമ്പോൾ സം എന്നത് കമ്പ്യൂട്ടറിന് അറിയില്ല. ഓക്കെ, നമ്മൾ കാരണം സമ്മിനെ ഡിക്ലെയർ ചെയ്ത് എവിടെയാണ്, നമ്മൾ ഡെഫിനേഷൻ കൊടുത്തത് താഴെയാണ് അല്ലേ. അപ്പോൾ ഒന്നിനെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതിനെ നേരെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മുകളിൽ വന്നിട്ട് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, മുകളിൽ വന്നിട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ എൻ്റർ ദ 2 നമ്പർ 40, 25. അപ്പോൾ 39 കിട്ടും. ഇനി അല്ല, നമുക്ക് താഴത്താണ് നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ മുകളിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, നമ്മൾ void sum ഇത്ര മാത്രം ചെയ്താൽ മതി. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം അല്ലേ. എൻ്റർ ദ 2 നമ്പർ 14, 25. നമുക്ക് 39 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് എത്ര വട്ടം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, സം. ഓക്കെ, എത്ര വട്ടം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു അത്ര വട്ടം എന്ത് ചെയ്യും, ഇതിനകത്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി 2 നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണ്ട, നമുക്ക് വീണ്ടും ഈ ഒരു ഡെഫിനേഷൻ എഴുതണ്ട. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ കോഡിനെ നമുക്ക് എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സ്ലാഷ് എന്ന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ ദ 2 നമ്പർ എന്ന് കൊടുത്തു, 14, 25 കൊടുത്തു. കണ്ടില്ലേ, 39. എൻ്റർ ദ 2 നമ്പർ എന്ന് വന്നു. നെക്സ്റ്റ് വന്നു ഒരു 25, ഒരു 23. എൻ്റർ ചെയ്ത് നോക്കി നോക്കൂ, 48 എന്ന് പറഞ്ഞ വാല്യൂസ് വന്നു. 2 വട്ടം എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളത്തെ കോഡ് എക്സിക്യൂട്ട് ആയി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, നമുക്ക് ഫംഗ്ഷൻസിനെ നമുക്ക് നോക്കി നോക്കൂ, ഇവിടെ 2 വട്ടം കോൾ ചെയ്തു. അപ്പോൾ നോക്കി നോക്കൂ, ഈ ഒരു കോഡ് 2 വട്ടം എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു പോർഷൻ കണ്ടില്ല, നമുക്ക് ഈ 2 വട്ടം ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കി നോക്കൂ 2 നമ്പറിനെ വാങ്ങാം നമുക്ക് ഈ ഒരു പോർഷൻസ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ വട്ടം, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എനിക്കൊരു വാല്യൂസിനെ പാസ് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, ഓരോ വട്ടം നമുക്ക് ഈ ഒരു മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഒരു ഡാറ്റേനെ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഡാറ്റനെ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടേക്ക് പാസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ ഒന്നും ഇവിടേക്ക് പാസ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സമ്മിനുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എനിക്ക് മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് ഒരു ഡാറ്റേനെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാൻ, കണ്ടില്ലേ, ഇതിൽ ഡിഫറെന്റ് വാല്യൂസ് അല്ല, ഫംഗ്ഷന്റെ ഇക്വേഷൻസ് സെയിം ആയിരിക്കും, പക്ഷെ അതിലുള്ള വാല്യൂസ് എല്ലാം സെയിം ഡിഫറെന്റാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിഫറെന്റ് വാല്യൂസിനെ നമുക്ക് എങ്ങോട്ട് പാസ് ചെയ്യാം, നമുക്ക് ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്ന പേര് ആർഗ്യുമെന്റ് എന്ന്. ഓക്കെ, ആർഗ്യുമെന്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഈ ഒരു കോഡിനെ ജസ്റ്റ് ഒന്ന് കളഞ്ഞു, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതിയെന്ന് മാത്രം. ഇനി എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഞാൻ
രണ്ട് ഇവിടെ ഞാൻ കൊടുത്തു, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഇൻഡ് എ കോമ ബി. ഓക്കെ അല്ലേ? അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ ഇവിടെ പ്രിന്റ് എഫ് ഇവിടെ കൊടുത്തു, പ്രിന്റ് എഫ്. ഓക്കെ, പ്രിന്റ് എഫ് എന്ത് കൊടുത്തു, എൻ്റർ ദ ടു നമ്പർ. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു, സ്കാൻഎഫിൽ വന്നിട്ട് പെർസെൻറ്റേജ് ഡി കോമ എന്ത് കൊടുക്കാം, ആൻഡ് എ കോമ ആൻഡ് ബി. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് സമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയുന്ന പേര് ആർഗ്യുമെന്റ്സ് എന്നാണ്. ഓക്കെ, ഇപ്പൊ നോക്കി നോക്കൂ, ഈ ഒരു എനെയും ബിനെയും എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം, എനിക്ക് പാസ് ചെയ്യാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ എ കോമ ബി എന്ന് പറഞ്ഞു കൊടുക്കാം, എ കോമ ബി. ഓക്കെ, നോക്കി നോക്കൂ, എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ വാല്യൂവിനെയും ബി എന്ന് പറഞ്ഞ വാല്യൂസിനെയും നമുക്ക് എങ്ങോട്ട് പാസ് ചെയ്യാം, നമുക്ക് വോയിഡ് സം എന്ന് പറഞ്ഞ ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിനെ നമ്മൾ പറയാ എ ആർഗ്യുമെന്റ്സ്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന വാല്യൂസിനെ പറയുന്ന പേര് എന്താണ്, ആർഗ്യുമെന്റ്സ് എന്നാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോൾ വോയിഡ് സം എന്ന് പറയുന്നത് എന്തായി, പാരാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ പാരാമീറ്റർ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള പേര് നമുക്ക് പാരാമീറ്റർ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡ് num1 കോമ ഇൻഡ് num2. നമുക്ക് ഈ ഒരു num1 num2 എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ വാല്യൂ ഈ num1ലേക്കും ബി എന്ന് പറഞ്ഞ വാല്യൂ num2ലേക്കും വരും. കാരണം സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞ വാല്യൂ ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷന്റെ പാരാമീറ്റർ ആയിട്ട് വരും. അപ്പോൾ എ num1ലേക്കും ബി num2ലേക്കായിരിക്കും വരിക. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, പ്രിന്റ് എഫിൽ വന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. പെർസെൻറ്റേജ് ഡി num1 num2. ഓക്കെ, നമുക്ക് എന്ത് കിട്ടണം, ആ ഒരു വാല്യൂസ് ഇവിടെ കിട്ടണം. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം ആ ഒരു വാല്യൂസ് വരുന്നുണ്ടോന്ന്. ജസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ റൺ ചെയ്തു, എൻ്റർ ദ ടു നമ്പർ 40,25. അല്ലേ, 40,25. അപ്പോൾ ആ ഒരു എ എന്ന് പറഞ്ഞ വാല്യൂ num1ലേക്ക് വന്നു, ബി എന്ന് പറഞ്ഞ വാല്യൂ ഇതിലേക്ക് വന്നു, num2ലേക്ക് വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഞാൻ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ ഒരു വാല്യൂസിന് ഇവിടെ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഇൻഡ് റിസൾട്ട് അസൈൻ എന്ത് കൊടുത്തു. ഓക്കെ, ഇൻഡ് റിസൾട്ട് എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് റിസൾട്ട് അസൈൻ എന്ത് കൊടുത്തു, num1 പ്ലസ് num2 എന്ന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാനിവിടെ വന്നിട്ട് പ്രിന്റ് എഫില് ഞാനിവിടെ പെർസെൻറ്റേജ് ഡിയിൽ എന്ത് കൊടുത്തു, ആ റിസൾട്ടിനെ പ്രിന്റ് ചെയ്തു. നമുക്ക് ഔട്ട്പുട്ട് നോക്കി നോക്കാം, ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും നോക്കി നോക്കാം. ജസ്റ്റ് റൺ ചെയ്തു, എൻ്റർ ദ ടു നമ്പർ 40,25 39. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കി നോക്കൂ, ഒരു മെയിൻ ഫംഗ്ഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ എന്തിനെ പാസ് ചെയ്തു, വാല്യൂസിനെ പാസ് ചെയ്തു. അപ്പൊ ഈ ഒരു വാല്യൂസിനെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷൻ ഞാൻ എന്ത് വാല്യൂസിനെ പാസ് ചെയ്തത്, എനെയും ബിനെയും പാസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നോക്കി നോക്കൂ, ഈ കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്തു, രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് എ കോമ ബി. പിന്നെ പ്രിന്റ് എഫിൽ എൻ്റർ ദ ടു നമ്പർ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എൻ്റർ ദ ടു നമ്പർ. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് വാല്യൂസിനെ വാങ്ങുന്നുണ്ട്. അപ്പോൾ എ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന വാല്യൂ 14 എന്ന് പറഞ്ഞ വാല്യൂ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും ബി എന്ന് അതേപോലെ തന്നെ 25 എന്ന് പറഞ്ഞ വാല്യൂ ബി എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും വന്നു. അതിനുശേഷം എന്ത് ചെയ്യും, ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ കൊടുത്ത കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഫംഗ്ഷൻ ഡെഫിനേഷൻ കൊടുത്ത കോഡ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഈ എ എന്ന് പറഞ്ഞ വാല്യൂ num1ലേക്ക് വരും, ബി എന്ന് പറഞ്ഞ വാല്യൂ num2ലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ലൈൻ നോക്കി നോക്കൂ, റിസൾട്ട് അസൈൻ num1 പ്ലസ് num2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കി നോക്കൂ, റിസൾട്ട് അസൈൻ num1 പ്ലസ് num2 എന്ന് വെച്ചാൽ ആ രണ്ട് നമ്പറിനും കൂടി ആഡ് ചെയ്തു, റിസൾട്ടിലേക്ക് വെച്ചു, ആ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്തു. ഈ ഒരു ഫൈനൽ റിസൾട്ടാണ് ഇവിടെ 39 ആയിട്ട് വന്നത്. ഓക്കെ, പിന്നെ അത് എന്ത് ചെയ്യും, തൊട്ട് താഴെ റിട്ടേൺ 0 ആണ്, ഇത് മെയിൻ എക്സിറ്റ് ചെയ്തിട്ട് പുറത്തു പോകും. ഓക്കെ, അപ്പോൾ ഈ റിട്ടേൺ 0 ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് പറഞ്ഞു, നമ്മൾ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, ആ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒരു ഫംഗ്ഷനിലേക്ക് എങ്ങനെയാണ് ആർഗ്യുമെന്റ് ആയിട്ട് വാല്യൂസിനെ പാസ് ചെയ്യുന്നത് പറഞ്ഞു. ഇത്ര പോർഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഈ റിട്ടേണിന്റെ പോർഷൻസ് പറയാം. എന്താണ് റിട്ടേൺ എന്ന് പറഞ്ഞ പോർഷൻസ്. അപ്പോൾ റിട്ടേണിന്റെ പോർഷൻസ് പറയുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നോക്കി നോക്കൂ, ഈ ഒരു പ്രിന്റ് എഫിനെ ഞാൻ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമുക്ക് പ്രിന്റ് ചെയ്തത്. എനിക്ക് ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് കിട്ടിയ ഡാറ്റയെ തിരിച്ചെങ്ങോട്ട് തന്നെ കൊണ്ടുവരണം, മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ കൊണ്ടുവരണം.
ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഡാറ്റേനെ, ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ റിസൾട്ടിനെ നമുക്ക് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ വരണം. മേ ബി നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റേനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഒരു സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഡാറ്റേനെ പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഏതാ, ഇതാണ് സിയിൽ മെയിൻ ഫംഗ്ഷൻ, ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ റിസൾട്ടിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ വന്നിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിള് ഡിക്ലെയർ ചെയ്തത് ഈ ഒരു സം എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പൊ നമുക്ക് റിസൾട്ടിനെ നമുക്ക് എവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കേർലി ബ്രാക്കറ്റ്, ഈ ഒരു കേർലി ബ്രാക്കറ്റിൽ മാത്രമേ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമുക്ക് ആ ഒരു വാല്യൂസ് കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു റിസൾട്ടിനെ ഈ ഒരു ഫംഗ്ഷന്റെ പുറത്തേക്ക് എടുക്കണം, അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഈ ഒരു മെയിൻ ഫംഗ്ഷനിലേക്ക് എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂവിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കണ്ടതനുസരിച്ചിട്ട് ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനെ എനിക്ക് എവിടേക്ക് എത്തിക്കണം, മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാന്ന് നോക്കാം. ഇവിടെ ജസ്റ്റ് റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, ജസ്റ്റ് റിട്ടേൺ. ഓക്കെ, റിട്ടേണിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഞാനിവിടെ വന്നിട്ട് റിസൾട്ട് എന്ന് കൊടുത്തു. ഓക്കെ, റിട്ടേണിൽ റിസൾട്ട്. അപ്പം എന്ത് ചെയ്തു, ഈ റിസൾട്ടിനെ ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. പക്ഷേ ഇവിടെ റിട്ടേൺ കൊടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കണം, നമ്മൾ എന്തിനാണ് റിട്ടേൺ ചെയ്യുന്നത്, ഒരു ഇൻറ്റിജർ ആയ ഒരു ഡാറ്റ ടൈപ്പിന് ഒരു ഇൻറ്റിജർ വാല്യൂനല്ലേ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന്റെ ഈ ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് മാറ്റിയിട്ട് ഇൻറ്റ് ആക്കണം. നമ്മൾ എന്താണോ ഇവിടെ റിട്ടേൺ, ഇവിടെ നമ്മളൊരു ഇൻറ്റിജർ ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം, വോയിഡ് മാറ്റിയിട്ട് ഇൻറ്റ് എന്നാക്കണം. ഓക്കെ, അപ്പൊ നോക്കി നോക്കൂ, വോയിഡ് സം ഇത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കണ്ടില്ലേ, വോയിഡ് സം ഇവിടെ, സോറി ഇൻറ്റ് സം, ഇവിടെ എന്താ ഇൻറ്റ് മെയിൻ. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഒരു റിട്ടേൺ റിസൾട്ട്, ഇവിടെ എന്താ ഒരു റിട്ടേൺ 0. അപ്പൊ നോക്കി നോക്കൂ, ഇവിടെ റിട്ടേൺ ഒരു ഇൻറ്റിജർ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഇൻറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം, ഇവിടെ വന്നിട്ട് ഇൻറ്റ് എന്ന് കൊടുക്കണം, ജസ്റ്റ് ഇൻറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, ഒരു ഇൻറ്റിജർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷന്റെ പേര് എന്ത് കൊടുക്കുക, ഇൻറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ നമുക്ക് തന്നെ ഡിക്ലെയർ ചെയ്യണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു പോർഷൻസ് നമുക്ക് മുകളിൽ കിട്ടാൻ മതി. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഞാൻ ചെയ്തു, ഇവിടെ വന്നിട്ട് ഈ ഒരു പോർഷൻ ഞാൻ മുകളിൽ ഡിക്ലെയർ ചെയ്തു, ആണല്ലേ, ഇൻറ്റ് സം, ഇൻറ്റ് നം1, ഇൻറ്റ് നം2, ഇൻറ്റ് റിസൾട്ട് നം1 പ്ലസ് നം2, പ്രിന്റ്എഫിൽ എന്ത് കൊടുത്തു, ആ റിസൾട്ടിനെ കൊടുത്തു, റിട്ടേൺ റിസൾട്ട് കൊടുത്തു. അപ്പോൾ റിട്ടേൺ കൊടുത്ത് എന്ത് ചെയ്യും, ഈ ഒരു വാല്യൂസിനെ ഈ ഒരു സം എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. പുറത്ത് ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്യണത് അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ, ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് മാറും. അപ്പൊ ഞാനിവിടെ എന്താണ് ഞാൻ റിട്ടേൺ കൊടുത്തിരിക്കുന്നത്, റിസൾട്ടിനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യുമ്പോൾ എന്തായി, അത് ആ സമ്മിന്റെ വാല്യൂ ആയിട്ട് മാറി. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നം1 പ്ലസ് നം2 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഞാൻ റിസൾട്ടിലേക്ക് വെച്ചു, ആ റിസൾട്ടിനെ ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. എന്ന് വെച്ചാൽ നം1 ഒരു 14, നം2 ഒരു 15 എന്ന് വിചാരിച്ചാൽ ഇതിൽ എത്ര വരെ, 39. ആ 39 എന്ത് ചെയ്തു, സമ്മിലേക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ ആ വാല്യൂസിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്ത ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വാല്യൂസ് നമുക്ക് എടുക്കാം. ഞാനൊരു വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. ഞാനിവിടെ വന്നിട്ട് റിട്ടേൺ വാല്യൂ. ഇനിയിപ്പോൾ ഡൗട്ട് വരും, ഈ ഒരു വേരിയബിളിന്റെ പേര് റിട്ടേൺ വാല്യൂ കൊടുക്കണമെന്നോ, ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഞാനിവിടെ വന്നിട്ട് റിട്ടേൺ വാല്യൂ അസൈൻ എന്ന് കൊടുത്തു. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാനിവിടെ വന്നിട്ട് താഴെ വന്നിട്ട് പ്രിന്റ്എഫിൽ എന്ത് കൊടുക്കാം, പ്രിന്റ്എഫിൽ %d നമുക്ക് എന്ത് കൊടുക്കാം, റിട്ടേൺ വാല്യൂ. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ 2 നമ്പർ 40 25. ഓക്കെ, ഒരു മിനിറ്റ്, അത് ഈ ഒരു പ്രിന്റ്എഫ് ഇവിടെ വർക്കായി കാണാം കേട്ടോ, 2 പ്രിന്റ്എഫ് വർക്കായി. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. 45 12. മിനിറ്റ് ഒന്നുകൂടെ റൺ ചെയ്യാം. റണ്ണ് കൊടുത്തു. ഓക്കെ, എൻ്റർ ദ 2 നമ്പർ 40, 20. ഓക്കെ, കണ്ടല്ലേ 34. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രിന്റ്എഫ് തന്നെയാണ് വർക്ക് ആവണമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ഇവിടെ റിട്ടേൺ വാല്യൂ എന്തെങ്കിലും കൊടുക്കാം, റിട്ടേൺ വാല്യൂസ്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി റൺ ചെയ്യാം. എൻ്റർ ദ 2 നമ്പർ 40, 25. കണ്ടല്ലേ
റിട്ടേൺ വാല്യൂ 39. അപ്പോൾ ഈ കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഞാൻ ഒരു വർഷം കൂടി പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ആദ്യം എപ്പോഴും മെയിൻ ഫംഗ്ഷൻ എടുത്ത കോഡായിരിക്കും ആദ്യം വർക്കാവുക. നമ്മൾ ആദ്യം 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻഡ് എ കോമ ബി കോമ റിട്ടേൺ വാല്യൂ. പ്രിന്റ് എഫിലെ എൻ്റർ ദ 2 നമ്പർ, ആ എൻ്റർ ദ 2 നമ്പർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 നമ്പർ ടൈപ്പ് ചെയ്യും. ഞാനിവിടെ 14, 25. 14 എന്ന് പറഞ്ഞ വാല്യൂ എയിലേക്കും 25 എന്ന് പറഞ്ഞ വാല്യൂ ബിയിലേക്ക് അസൈൻ ആവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ ഒരു കോഡ് ഇപ്പോൾ നോക്കണ്ടേ, സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. സം എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഞാൻ എന്ത് ചെയ്തു, ആർഗ്യുമെന്റ് ആയിട്ട് 2 വാല്യൂസിനെ പാസ് ചെയ്തിട്ടുണ്ട്, എ കോമ ബി. എ എന്ന് പറഞ്ഞ വാല്യൂ നം1ലേക്കും ബി എന്ന് പറഞ്ഞ വാല്യൂ ഇങ്ങോട്ട് പോകും, നം2ലേക്കും പോകും. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഫംഗ്ഷനിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്ത് ചെയ്തു, റിസൾട്ടിലേക്ക് ഞാൻ എന്ത് ചെയ്തു, നം1 പ്ലസ് നം2നെ റിസൾട്ടിലേക്ക് വെച്ചു. ഇനി ആ റിസൾട്ടിനെ ഞാൻ പ്രിന്റ് ചെയ്തത് ഇവിടെ അല്ല, കാരണം ഈ ഒരു റിസൾട്ടിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേർലി ബ്രാക്കറ്റ് വരെ ആ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു റിസൾട്ടിന് ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പോൾ റിസൾട്ട് ഒരു ഇന്റിജർ ആയ കാരണം ഞാൻ എന്ത് ചെയ്തു, ഫംഗ്ഷന്റെ ടൈപ്പ് എന്ത് ചെയ്തു, ഇന്റിജർ ആക്കി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂസ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ആ ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യണത് അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ആ പ്രിന്റ് എഫിൽ എന്ത് ചെയ്തു, ആ ഒരു വാല്യൂസിന് ഞാൻ ഇവിടെ എടുത്തു. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ, ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫംഗ്ഷൻസ്. അപ്പോൾ ആർഗ്യുമെന്റ് എന്താ, പാരാമീറ്റർ എന്താ, ഫംഗ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ അപ്പം ഞാൻ റിട്ടേൺ ചെയ്തു, ഇവിടെ വോയിഡ് മെയിൻ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട, നമുക്കൊന്നും കൊടുക്കണ്ട, റിട്ടേൺ ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ദ 2 നമ്പർ 40, 25 എൻ്റർ അടിക്കുമ്പോൾ റിട്ടേൺ വാല്യൂ 39. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ എന്ത് ചെയ്യാം, ഫംഗ്ഷൻസ് കുറച്ചും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നോക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഇനി നമുക്കൊരു 2 എപ്പിസോഡും കൂടി നമുക്ക് ഒരു സ്ട്രിങ്ങിന്റെ പോർഷൻസും അതേപോലെ തന്നെ ഈ ആഷനിലൂടെ std.h അങ്ങനത്തെ ഹെഡർ ഫയൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കതൊരു 2 എപ്പിസോഡ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എടുത്തതിൽ ഫംഗ്ഷൻസിൽ ഏതെങ്കിലും ഒരു പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലും അതിന് നമുക്ക് പറയാം, അതെന്തുകൊണ്ട് അങ്ങനെ കൊടുത്താൽ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ശരി, താങ്ക് യു.